ഹലോ ഗൈസ്, കണ്ണിൻ്റെ മുമ്പ് മരണം കണ്ടെന്നൊക്കെ പറയൂലേ, ആ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം എൻ്റെ ജീവിതത്തിലോട്ട് തന്നത്. ഇതുപോലെ ഉണ്ണിമൂക്കിന് ആഹാരം വാരിക്കൊടുക്കാനോ അവളെ കൊഞ്ചിപ്പിക്കാനോ പറ്റത്തില്ലെന്ന് ചിന്തിച്ചു പോയൊരു ദിവസം. ദൈവത്തിൻ്റെ ഓരോ കളികളെന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കേട്ടോ. ഒരു 8ന്റെ പണി. ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ അസുഖം വരുന്നത്. അസുഖം എന്താണെന്നല്ലേ, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇത്ര ആവശ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് വയ്യായിരുന്നു എനിക്ക്. ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ടെസ്റ്റ് ചെയ്യാൻ ഇനി ഒന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് എല്ലാ ടെസ്റ്റും ചെയ്തു കേട്ടോ. അവസാനം വന്ന റിസൾട്ട് എന്തോന്നറിയോ? ഫുഡ് പോയ്സൺ ആണ് ഗൈസ്. എനിക്ക് ഫുഡ് പോയ്സൺ. ഞാൻ പുറത്തുനിന്നൊന്നും ഒന്നും കഴിച്ചതല്ല കേട്ടോ. ഞാൻ വീട്ടിലൊരു ചിക്കൻ കറി വെച്ചതാണ്, പക്ഷെ ചിക്കൻ വെന്നില്ല. അവസാനം ഞാനും എൻ്റെ ഉണ്ണിയണ്ണ ഹോസ്പിറ്റലിലാവേണ്ടി വന്നു. ഉണ്ണിയണ്ണ പിന്നെ ഓക്കെ ആയിട്ടോ. എനിക്ക് തീരെ പറ്റാത്ത രീതി ആയപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ് കല്യാണ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പറയും കരിക്ക് വേണ്ടെടുക്കുമ്പോൾ അവൻ നോക്കി അവൻ ഫോണും പിടിച്ചിരിക്കുന്നത്. ട്രിപ്പ് ഇട്ടതിൻ്റെ എനർജിക്കാട്ടോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഇനി ഇതിൽ വരുന്ന കമൻറ്റുകൾ എനിക്ക് വയ്യാണ്ടിടുന്ന പുണ്യണം വ്ളോഗ് എടുത്തെന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന കമൻറ്റ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അഡ്മിറ്റ് ആവണമെന്ന് കേട്ടോ ഡോക്ടർ പറഞ്ഞാൽ. ഞാൻ അഡ്മിറ്റ് ആയില്ല, കാരണം കല്യാണമല്ലേ. അപ്പം നമുക്കിനി കല്യാണ വിശേഷങ്ങളിലോട്ട് പോയാലോ? അപ്പോൾ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു ടോപ്പിക്. അപ്പോൾ ഗൈസ്, ഇത് തലേ ദിവസത്തെ കുറച്ച് ക്ലിപ്പാട്ടോ. വേറൊന്നും കൊണ്ടല്ല, വയ്യാത്തതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് അമ്മൂമ്മച്ചി കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ഹൽദിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കായിരുന്നു കേട്ടോ. ഉണ്ണിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എന്നാലും എന്താ, എല്ലാവരും ഇരുന്ന് ഫുഡ് അടിയാണ്. ഇനി ഞങ്ങളും ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഇതാ എൻ്റെ ഒരു ചേച്ചി കേട്ടോ. ചേച്ചി മുഖം അങ്ങ് പൊത്തി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയി കിടന്നു കേട്ടോ. ഇത് പിറ്റേന്നുള്ള ദിവസത്തെയാണ് കല്യാണ ദിവസം. ഈ കല്യാണ ദിവസം എന്താ ഇതേപോലെ മേക്കപ്പ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ വളകാപ്പിന് ഒരുക്കി അതേ ചേച്ചിയാണ് ചിങ്കി ചേച്ചി ഒരുക്കുന്നതെന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും മേക്കപ്പ് ചെയ്തു. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിയണ്ണ എന്നെ വിളിക്കാൻ വന്നു. അത് പെണ്ണിൻ്റെ കാറിലാണ് എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണ പെണ്ണ്. മിക്കവരെയും ഷോർട്സിൽ കണ്ടു കാണും. ലോങ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമായിരുന്നു കേട്ടോ. കല്യാണ ദിവസം പിന്നെ ഉണ്ണിമോളെ എടുക്കാനും അവളെ കളിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. എന്തിന്, പുറത്തുനിന്ന് വന്ന ആദ്യമായിട്ട് കണ്ട ക്യാമറമാൻമാർ വരെ ഉണ്ണിമോളെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ ഓർത്ത് ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ എൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സിമ്പിൾ ലുക്കായിരുന്നു. എനിക്ക് എത്ര കണ്ടിട്ട് മതി വരുന്നില്ലായിരുന്നു. ഉണ്ണിമോളെ കളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ട്രാവലറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ്. അതാണ് ഞങ്ങളുടെ കുഞ്ഞമ്മ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഉണ്ണിയണ്ണ എൻ്റെ ചെയ്യുന്നു. ഉണ്ണിയണ്ണൻ പെണ്ണിനെയും കൊണ്ട് നേരെ മണ്ഡപത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയിരുന്ന്. അപ്പോൾ കയറിയിരുന്നതിന് ശേഷമുള്ള വൈബാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമൊന്നും ഒന്നും അല്ല കേട്ടോ. സന്തോഷത്തിൻ്റെ ഇടയ്ക്കൊന്നും സന്തോഷമാണ് മുഖ്യം ബിഗിലി എന്ന് പറയുന്ന കൂട്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. ഉണ്ണിമോൾ അത്രയ്ക്ക് ഹാപ്പി എന്നാലും ഉണ്ണിമോൾക്ക് എന്തോ ഒരു ചെറിയ വിഷമം ഉള്ളതുപോലെ. അങ്ങനെ മണ്ഡപത്തിൽ ചെന്നപ്പോഴേ ആ ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാർ വന്നു കേട്ടോ. ചെന്ന് കുറച്ച് പേരൊക്കെ വന്ന് മിണ്ടിയപ്പോൾ ഉണ്ണിമോൾ ഓണായി കേട്ടോ. അങ്ങനെ സമയമായി ഗൈസ്. ചെറുക്കൻ കൂട്ടരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ മൂഡ് പകുതിയും പോയി കേട്ടോ. കാരണം പകുതി ആവശ്യമായ ഗുളികേൻ്റെ സ്റ്റാമിനയിലാണ് ഞാൻ ഇത്രയും സമയം പിടിച്ചു നിന്നത്. അങ്ങനെ പെണ്ണും വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ പെണ്ണിനെയൊക്കെ കൊണ്ടിങ്ങനെ വരുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ട് കാണുവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് വിശ്വംഭര മാമ, അതായത് ഞങ്ങളുടെ അമ്മൂമ്മച്ചീൻ്റെ ചേട്ടൻ. അപ്പം എല്ലാവരും തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇനി താലികെട്ടിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ആ കല്യാണം കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. കാരണം വേറൊന്നുമല്ല, വിശപ്പ്. ഒന്നാമത്തെ കാര്യം വിശപ്പ്. 2 ഗുളിക കഴിച്ചില്ലെങ്കിൽ ഉള്ള സ്റ്റാമിനയും കൂടെ പോകും. അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വണ്ടിക്ക് തന്നെ ഇരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് കമ്പനി ചെയ്യുന്നത് മാമനും മാമിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് ചോറ് വരും വരെ. അപ്പോൾ ആള് പഴയ പട്ടാളക്കാരനാട്ടോ. അങ്ങനെ
അങ്ങനെ ഗൈസ് ഞങ്ങൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉണ്ണിമോൾക്ക് ചോറ് കൊടുക്കാൻ പോയിട്ട് അവൾക്ക് ചോറും പപ്പടവും പരിപ്പെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. എത്ര ഉണ്ടെങ്കിലും ഉണ്ണിമോൾ കഴിച്ചോളും, പക്ഷെ പപ്പടവും പരിപ്പും വേണം കേട്ടോ. അങ്ങനെ അവൾക്ക് കാറിൽ എടുത്തുകൊണ്ട് വന്ന് ചോറും പരിപ്പും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ണിമോളുടെ എക്സ്പ്രഷൻ കണ്ടോ, അവൾക്ക് വേണം വേണ്ട എന്നൊരവസ്ഥയാണ് അവളുടേത്. അവൾ കളിക്കുന്നു കഴിക്കുന്നു, ഇതാണ് അവളുടെ അവസ്ഥ. ഇനി എങ്ങനെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥ എത്തി കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ കാണുമ്പോഴത്തേക്ക് എങ്ങനെ ചിരിക്കാതെ ഇരിക്കുന്നത്, അങ്ങനെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഉണ്ണിമോൾക്ക് ചോറെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഞാനിനി ഇറങ്ങിപ്പോയി കഴുകണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഈ ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോളുടെ ചെറിയ ചിരിയൊക്കെ ഉണ്ട്. എന്നാലും ആളും ഡൗണാണ്, ഒത്തിരി പേരെയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഗൈസ് എൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അത് രേഖപ്പെടുത്തണം.